ഫ്രണ്ട്സ്, ഇന്ന് 17ാമത്തെ ദിവസം, കൊച്ചി ലഡാക്ക് യാത്രയിലെ 17ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മളുള്ളത് കുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലഡാക്കിൽ കുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞങ്ങൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്തെ ഞങ്ങൾ ബാങ്കോങ്ങിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പിൽ കാണുന്ന പോലെ മനോഹരമായ കുണ്ടർ ബാങ്കോങ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് 4 ചില്ല മണിക്കൂറാണ് പറയണത്. മണി 7. ഞങ്ങൾ 6:30 ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമും തന്നു, അവർ ചായയും തന്നു. റൂം റെൻറ്റ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടിയത് 2400 രൂപ പെർ ഡേ ആണ്. നല്ല അടിപൊളി റൂമായിരുന്നു. വിത്ത് ഫുഡാണ് കേട്ടോ, വിത്ത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ്. നല്ല ആംബിയൻസ് വരുന്ന സ്ഥലം. പിന്നെ ഒരു ആർമിക്കാരൻ, എൻ്റെ വൈഫാണ് അത് നടത്തുന്നത്. അദ്ദേഹം ചണ്ഡീഗഡിലാണ് പേര്, ഹോം സ്റ്റേയുടെ പേര്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ കുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡ് സ്ട്രീറ്റ് പോലെ നിറച്ചും ഫുഡ് കാർട്ടുകളൊക്കെ വന്ന് അറിയും. അതുപോലെ തന്നെ ഡബിൾ ഹംത്, അത് ഇവിടെയും ടിബറ്റിലും മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. മറ്റേ രാജസ്ഥാനിലൊക്കെ ഉള്ളത് ഒറ്റ മഴയുള്ള ഒരു ഹമ്പുള്ളതാണ്. ഇത് 2 ഹമ്പുള്ള ടൈപ്പാണ്. ടിബറ്റിലെ ചൈനയിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വൈകുന്നേരം നല്ല തിരക്കാണ്. ഇപ്പോഴും കണ്ടില്ലേ, ഇപ്പോൾ രാവിലെ പക്ഷേ ക്യാമൽ റൈഡ് വൈകുന്നേരം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ അറിവ് കഴിഞ്ഞ ദിവസം പോയപ്പോൾ. എന്നാലും രാവിലെ ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ ആയിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരിക്കലും വന്ന് താമസിക്കേണ്ട സ്ഥലമാണ്. നല്ല രാത്രി നല്ല തണുപ്പായിരുന്നു, അടിപൊളി തണുപ്പ്. നല്ല ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മിസ്റ്റ് വന്ന് നിറഞ്ഞൂടെ. ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ്, കംപ്ലീറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ. വണ്ടി ഇന്നലെ ഞങ്ങളൊന്ന് പേടിപ്പിച്ച ഒരു എൻജിൻ ചെക്ക് ലാമ്പൊക്കെ വന്നിങ്ങനെ കിടക്കണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എന്തോ ഭാഗ്യത്തിന് അത് തന്നെത്താനെ ശരിയായി. വർക്ക്ഷോപ്പ് കാണിക്കാൻ പോയി കഴിഞ്ഞപ്പം മിനിയാന്ന് ഒക്കെ നോക്കിയിട്ട് ഇവിടെ നല്ല വർക്ക്ഷോപ്പില്ല, ഒന്നാണ്. പിന്നെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അവിടെ ടാറ്റ സർവീസിലൊക്കെ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരുന്നതാണ്, പേടിക്കേണ്ട, കുഴപ്പമില്ല. റെഡ് അല്ലല്ലോ, യെല്ലോ ലാമ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏതായാലും അത് ക്ലിയറായി. അപ്പോൾ നമ്മൾ കൂടുതൽ യാത്രാ വിശേഷങ്ങളുമായിട്ട് ഇനി കണ്ടുകൊണ്ടിരിക്കാം. യൂൺസ് എന്ന് പറയുന്നത് ഏതാണ്, നിറച്ചും മരുഭൂമി പോലെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ മൺകൂനകളാണ്. അപ്പോൾ നമ്മൾ പോണത് അതുപോലത്തെ സ്ഥലത്തേ കൂടിയാണ്. വണ്ടിയുടെ ടയർ സ്റ്റക്കാവാതെ നോക്കണം. കുറച്ചട അങ്ങനെ സാൻഡ് ഡ്യൂൺസ് പോലത്തെ സ്ഥലത്തേ കൂടിയാണ് പോകുന്നത്. മണലാണ് ഇവിടെ ഭയങ്കര കാറ്റാണേ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചുഴലിക്കാറ്റ് പോലെ മണ്ണ് മുഴുവൻ ഇങ്ങനെ അടിച്ചാൽ മൂടും ഇന്നലെ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇതിലെ പെട്രോൾ അടിക്കാൻ പോയിട്ട് ഇതിലേ വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ മിസ്റ്റായിരുന്നു കംപ്ലീറ്റ്. പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളെ, ഇത് ഒരു ഭാഗത്ത് മുഴുവൻ മഞ്ഞ മലകൾ, ഇവിടെ വരണ്ട് ഉണങ്ങി കിടക്കുന്ന മലകൾ, ഒരു സൈഡ് മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കും. എന്ത് രസമല്ലേ. നല്ല സ്ഥലമാട്ടോ, നമുക്ക് തങ്ങാൻ പറ്റിയ. പിന്നെ തുർത്തുക്ക് വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് പോയി കണ്ടിട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. തുർത്തുക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ പോകുന്ന ജേണി മാത്രമേ ഉള്ളൂ വലിയ. അവിടെ LOCയുടെ പോയിന്റ് പോവുക തിരിച്ചു വരിക, അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നുമില്ല.
ഹോം സ്റ്റേ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റൊക്കെ കുറവുണ്ട്, ഇതിനൊക്കെ ചെറിയ ചെറിയ ടൈപ്പ് റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ ഫുഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഹോം സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ ആവറേജ് റേറ്റ് 3000 രൂപയാണ് റൂമിന്. ഒരുമാതിരി സ്റ്റാൻഡേർഡ് റൂമിന് 3000 രൂപയാണ് ആവറേജ് റേറ്റ്. നമുക്കത് പേശിയിട്ട് 2400 രൂപയ്ക്ക് തന്നു അവർ. നല്ല റൂമായിരുന്നു, നല്ല നല്ല സൗകര്യമുള്ള റൂം, വലിയ റൂമായിരുന്നു. ഒത്തിരിയുടെ റോഡില്ല, റോഡിൻ്റെ താൽക്കാലികം മുകളിലത്തെ റോഡ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ വണ്ടികൾ ഇതിലേ പോകണം. മുകളിലത്തെ റോഡിനെ അപേക്ഷിച്ചിട്ടാണ് പേര്, അതുകൊണ്ട് ഇതിലേ പോകണം. ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു ക്യാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 15 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് അതുകൊണ്ട് വേണം പോകാൻ. കാരണം നമ്മളിനി പോകാൻ പോണത് ബാങ്കോങ്ങിലേക്ക്. ബാങ്കോങ്ങിലേക്ക് അവിടെ പറ്റുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയിട്ട് മാൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടെന്ന് പറയുന്നത്, അവിടെ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലിംഗ്ല പാസ് വരെ പോയിട്ട് തിരിച്ച് ഹാൻലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. ഹാൻലയിൽ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. അവിടെ ക്ലിയർ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ രാത്രി സ്കൈ വാച്ചിങ്, സ്കൈ ഗേസിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ മിൽക്കി വേ ഇതൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും രാത്രി ഒരു 11 മണി 12 മണി നേരത്തൊക്കെ. അപ്പോൾ അതിനുവേണ്ടി കുറേ ആൾക്കാർ അത് കാണാൻ വേണ്ടി വരാറുണ്ട്. പിന്നെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്, അതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ, വേറൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മണാലി. അപ്പോൾ ഈ ഇത്രയും ദൂരത്തിനിടയിൽ ആകെ ഒരു പമ്പോ 2 പമ്പോ അങ്ങണ്ടേ ഉള്ളൂ. അത് അൺഫോർച്ചുനേറ്റ്ലി അത് എന്തെങ്കിലും കാരണവശാൽ അടച്ചിട്ടേക്കാണ്. ചിലപ്പോൾ പെട്രോൾ ഇല്ലാതെയൊക്കെ വരുന്ന പറഞ്ഞത്, ക്ലോസ്ഡൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നമ്മുടെ ഫുൾ ടാങ്ക് പെട്രോൾ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും ക്യാനിൽ ഒരു 10-20 ലിറ്റർ പെട്രോൾ കരുതിക്കോളാൻ, ഒരു 100-300 കിലോമീറ്റർ പോകാനുള്ള പെട്രോൾ കരുതണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും, അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഒരു 20 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്യാൻ വാങ്ങിച്ചിരുന്നു. അത് ഇന്നലെ അതുകൊണ്ട് പെട്രോൾ അടിക്കാൻ പോയി. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ക്യാൻ അയാൾ പുതിയതാണെന്നും പറഞ്ഞ് തന്നാൽ അത് പുതിയതൊന്നും ആയിരുന്നില്ല, യൂസ്ഡ് ക്യാനായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താണ് ടർപ്പൻ്റായിട്ട് എന്നെ ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് കാണുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു രാവിലെ അടിക്കാമെന്നും പറഞ്ഞ് തിരിച്ചു വന്ന് റൂമിൽ വന്ന് അതൊക്കെ കഴുകി ഉണക്കി അതിന് വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ രാവിലെ പോകുമ്പോൾ അതിലൊരു 15 ലിറ്റർ അടിക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് കുറച്ച് ദൂരം ലേ റൂട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആണ് ബാങ്കോങ്ങിലേക്ക് തിരിയുന്നത്. പാറക്കല്ലൊക്കെ റോട്ടിൽ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. റോഡിന് അടുത്തൊക്കെ വലിയ പാറക്കല്ല് മുകളിൽ നിന്ന് ഉരുണ്ട് വീണേക്കണതേ റോട്ടിലൊക്കെ കിടപ്പുണ്ട്. വേണ്ട മുകളിൽ നിന്ന് ഉരുണ്ട് വീണേക്കണതാണ്. രാവിലെ അവർ വന്ന് ക്ലിയർ ചെയ്തു, റോഡൊക്കെ അടിച്ചു വാരി നീറ്റാക്കിയത്. ശരിയണ്ട, മുകളിൽ നിന്ന് വീണേക്കണതാണ്. ആ സൈസ് പറഞ്ഞപ്പോൾ വന്ന് വണ്ടിയുമോ വീണ് ഗ്ലാസുമോ വീണ് കഴിഞ്ഞാൽ തീർന്ന പരിപാടി.
കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ ഓഫ് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡിങ് ആണ്, ഓഫ് റോഡിങ്. Drive mode. Okay. അപകടം. തുറക്ക് തട്ടിന്ന് പോയി. അതെ, ഈ രണ്ടെണ്ണം മാറ്റിയാൽ മതി, ഇതിലേ അങ്ങ് പോവാം. ഇപ്പുറത്ത് ഇത് വീണോണ്ടേ ഇരിക്കാൻ റോഡ് മുഴുവൻ ബ്ലോക്കാ. കേറ് കല്ല് വീണോണ്ടിരിക്കുക. ഇത് ചെറുതായിട്ട് വീണോണ്ടിരിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ ശരിയാക്കിയതാ. എവിടെയോ തട്ടിയത്. അത് നോക്കി ബാക്കിൽ വല്ല വെള്ളം പോകണമെന്ന് കാണാൻ പറ്റുമോ? അതിലൊന്ന് തലയിട്ട് നോക്കിയാൽ അത് മാറ്റിയിട്ട്
ഇറങ്ങി നോക്കാം. ഇപ്പൊ ഒന്നും ഉണ്ടാവാനും മാത്രം ഇല്ല. എവിടെയാ തട്ടിയേ? അല്ല നടുക്കാണ്. അല്ല ചെറിയ തലപ്പേ തട്ടിയിട്ടുള്ളൂ. പിന്നെ ഇറങ്ങി നോക്കാം. ഇല്ലല്ല തുള്ളു വെള്ളം ഒന്നും ചാടണമൊന്നുമില്ല. എന്തെങ്കിലും നനവ് കാണൂല. ഇറങ്ങണം. ടാങ്ക് പൊക്കത്തില്ല, കുഴപ്പമില്ല. ചില വണ്ടികളിലെ
അങ്ങനെ ടൂറും ഇവിടെ സൗകര്യം ഉണ്ടല്ലോ. കണ്ണട കിട്ടണമെങ്കിൽ പിന്നെ ആകാതെ കണ്ണടയൊക്കെ എടുത്ത് ആ വെയിറ്റ് വെച്ചിട്ട് അടുത്ത കണ്ണട തെറ്റി വെച്ചാൽ മതി. THലെ ഇത് ഉണ്ടാക്കി വെച്ചേക്കണത് ഇവിടെ കാണുന്നത്. ഫോട്ടോ കൊടുക്കുന്നതിന് പൈസ കൊടുക്കണം. ഇതാണ് പാങ്കോങ് ലേക്ക്. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ചൈനയാണ്. ഈ ലേക്കിൻ്റെ കുറേ ഭാഗം ഈ ഇത്രയും ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മളുടെ കുറേ അപ്പുറത്തേക്കൊക്കെ ചൈനയാണെന്ന് തോന്നുന്നു. അറിയില്ല, വ്യക്തമല്ല.